ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഒരു ദിവസം നമുക്ക് എത്ര മിനിറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും ഒരു സിനിമയുടെ? ഡിപ്പെൻഡ്സ് അപ്പോൺ ആക്ടേഴ്സ് ആൻഡ് ദ ക്രൂ. എങ്കിലും ഒരു മിനിമം ഒരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഡേ ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു 2.5 മണിക്കൂർ സിനിമ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് എത്ര മിനിറ്റ് ഒരു ദിവസം ഷൂട്ട് ചെയ്യാം? ഇല്ല, അതാ പറഞ്ഞത്, അത് ഡിപ്പെൻസ് ആണ്. അത് തന്നെ നമ്മളിപ്പോൾ ആ സിനിമ അതേ ഒരു ഫ്ലോയിലല്ല ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ക്ലൈമാക്സ് ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആണെങ്കിൽ ദംഗൽ സിനിമയുടെ ക്ലൈമാക്സ് ആണ് അവർ ആദ്യം എടുത്തത്. അതായത് ആ പടത്തിൽ കുടവേറുള്ള അമീർ ഖാനെയാണ് ഫസ്റ്റ് ഇത് മൊത്തം ഷൂട്ട് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി 6 പാക്ക് ഒക്കെ ആയിട്ട് വരും. അത് അതിന് ശേഷം നടത്തിയ ചേഞ്ച് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് 7 മിനിറ്റാണ് നമുക്ക് ഒരു ദിവസം ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, അത് എനിക്കറിയില്ല. പക്ഷേ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ക്രൂ ആൻഡ് കാസ്റ്റ് ആൻഡ് ഡയറക്ടർ. കാരണം ഡയറക്ടർ ഭയങ്കര കിട്ടുന്ന ഡയറക്ടറൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ എബ്രിഡ്ഷൻ സാർ, ഞാൻ പുള്ളിയുടെ വർക്ക് ചെയ്യണം കുംഫു മാസ്റ്റർ. പുള്ളി ചിലപ്പോൾ 2 സീനൊക്കെ ഒരു ദിവസം തീർക്കും, 2-3 സീനൊക്കെ തീർക്കും. കാരണം പുള്ളിക്ക് അറിയാം പുള്ളിക്ക് എന്താ വേണ്ടത്. കാരണം പുള്ളി ഇപ്പോൾ ഡയറക്ടർ എന്നുള്ള പുള്ളി ഒരു എഡിറ്ററും കൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിയുടെ മനസ്സിലറിയാം എവിടെയാണ് കട്ട് വരേണ്ടത്, എവിടെയാണ് ഇത് വരേണ്ടത്. സോ ആ ഒരു സാധനം പുള്ളി കട്ട് വിളിക്കും. എന്നിട്ട് അത് അപ്പോൾ തന്നെ സ്പോട്ട് ചെയ്ത് ചെയ്യാൻ നേരത്തെ സംഭവം സെറ്റായി. ആർട്ടിസ്റ്റുകളെ വേറെ എക്സ്ട്രാ പണി എടുപ്പിക്കുന്നില്ല. കാരണം ചില സിനിമകൾ നമ്മൾ കഴിഞ്ഞാൽ ഈ സീൻ മൊത്തത്തിൽ നീ അഭിനയിച്ചോ, നമ്മൾ ആവശ്യമുള്ള കട്ട് എടുക്കുക എന്ന് പുള്ളി പറയില്ല. പുള്ളി എനിക്ക് ഈ ഒരു സാധനം മാത്രം മതി എന്നുള്ള രീതിയിലാണ്. അതും നിങ്ങൾ ആലോചിച്ചാൽ ആ കുംഫു മാസ്റ്റർ പടം പുതുമുഖങ്ങളായിരുന്നു ആക്ച്വലി. അത് എനിക്ക് തോന്നുന്നത് ആ പടം ലൈക്ക് എനിക്ക് RDXന്റെ മുമ്പ് ഇറങ്ങിയൊരു പടമാണ് ആക്ച്വലി. 3 വർഷം. കാരണം ആ പടത്തിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒറിജിനൽ മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. അത് ആ പടത്തിൽ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ട്, ആ ഒരു ഇടിയുണ്ട്. ഇടി കൊള്ളുന്നവൻ ഒഴിഞ്ഞ് മാറുന്നവൻ അവന് ഇടി കിട്ടും. നമ്മുടെ സിനിമയിലെ നോർമൽ സിനിമ അങ്ങനെയല്ല, എല്ലാം ഫേക്ക് അല്ലേ, അങ്ങനെ ആക്ഷൻ അല്ലേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല, ഇത് ഇടി മാറില്ലെന്നുണ്ടെങ്കിൽ അടി കിട്ടും. അപ്പം അത്ര റിയാലിറ്റിയിലാണ് പടം എടുത്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പടത്തിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഫൈറ്റ് സീനും ഞാൻ സ്ലോ മോയിൽ എടുത്തിട്ടില്ല. കാരണം എല്ലാ പടത്തിലും ഭയങ്കര സ്ലോ മോഷൻ. ഒരുപാട് ഫൈറ്റ് സീനൊക്കെ ഉള്ള സിനിമയാണ്. 2 ഫൈറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഫൈറ്റ് അത്ര എൻഗേജിങ് ആക്കാനായിട്ട് എനിക്ക് സ്ലോ മോഷനിൽ എടുത്തിട്ടുണ്ട് ചില ഷോട്ട്. ബട്ട് മെജോറിറ്റി ഓഫ് ദ ഫൈറ്റ് ഞാൻ ഫുള്ള് റിയൽ ടൈമിലാണ് എടുത്തേക്കുന്നത്. കാരണം നിങ്ങൾ അതെനിക്ക് കിട്ടിയ റെഫറൻസ് ആണ് സുദീപ് ഇളമൺ DOPയുടെ എന്നാണ്. അയ്യപ്പനെ കുറിച്ച് എന്ന് പറഞ്ഞ പടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരൊറ്റ അടിപൊളി സ്ലോ മോഷൻ ഇല്ല. അയ്യപ്പൻ പടം നിങ്ങൾ എല്ലാവരുടെയും പുള്ളിയെ പൃഥ്വിരാജും ബിജുമേനും എല്ലായിട്ടുള്ള ഫൈറ്റ് എല്ലാം നാച്ചുറാലിറ്റിയിലാണ്. അപ്പോൾ ആ ഒരു റെഫറൻസ് ഭയങ്കര. കാരണം അത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് കാണുമ്പോൾ ഇതാണ് അടി എന്ന് തോന്നും. അതെ നമുക്കിങ്ങനെ ഇടിച്ചെന്ന് ഇങ്ങനെ ആക്കണമല്ലോ എന്നുള്ള രീതി ആ ഒരു ഇത് വരില്ല. അത് വന്നത് എനിക്ക് ആ ഒരു ഫീലിംഗ് കണ്ടപ്പോഴാണ്. അല്ലാണ്ട് നമ്മൾ ഈ സ്ലോ മോഷനിൽ ഇങ്ങനെ വരുമ്പോൾ ഇത് കുറേ നേരം ആയല്ലോ എന്നുള്ള രീതിയിൽ വരും. പക്ഷെ അതങ്ങനല്ല. അപ്പം ആ ഒരു സാധനം എനിക്ക് ഇവിടെയും കൊണ്ടുവരാൻ തോന്നി. എൻ്റെ ഡയറക്ടർ പറഞ്ഞു സ്ലോ മോഷനിൽ എടുക്കാൻ, സ്ലോ മോഷൻ ഞാൻ വേണ്ട 24 മതി സാർ, അടിപൊളി ഇരിക്കുന്നു. അപ്പം പുള്ളിനെ കണ്ടപ്പം പിന്നെ കൊള്ളാമേടാ, ഇഷ്ടപ്പെട്ടു, നൈസായിരുന്നു എന്നുള്ള പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസ് ചെയ്യുകയാണ്, എന്താണ് ലാസ്റ്റ് നമ്മുടെ ഓഡിയൻസിനോട് പറയുന്നത്? ലാസ്റ്റായിട്ട് ഇത് വേറൊരു തരത്തിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നിങ്ങൾ നോർമൽ ക്ലീഷേ കാണുന്ന പോലത്തെ ഒരു ഹൊറർ പടമല്ല, റിയൽ ലൈഫിലുള്ളൊരു സാധനമാണ് ആക്ച്വലി. നിങ്ങൾക്കൊരു ഇരുട്ടുള്ള മുറിയിൽ എങ്ങനെ നടന്നു കയറുമ്പോൾ ഒരു പേടി വരുന്ന ആ പേടി ഇവിടെയും വരും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഇതിലെ ആർട്ടിസ്റ്റുകളെല്ലാവരും നിങ്ങൾ പുതുമുഖങ്ങളുള്ള രീതിയിൽ കാണരുത്, അവരൊരു കഥാപാത്രങ്ങളുള്ള രീതിയിൽ കാണുക. കാരണം അവരുടേതായിട്ടുള്ള ഫോൾട്ട് ഉണ്ടാവും. കാരണം ഞാനീ പറയുന്ന അഭിപ്രായമായിരിക്കില്ല ഇപ്പം ബ്രോയ്ക്കുള്ളത്, താങ്കൾക്കുള്ളത്. ഇപ്പം താങ്കളുടെ പെർസ്പെക്റ്റീവ് വരെയാണ്, അതുപോലെ ആയിരിക്കില്ല ബാക്കി ഓഡിയൻസ്. സോ ഓരോ ആൾക്കാർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആയിരിക്കും. പക്ഷേ നിങ്ങളെ തിയേറ്ററിൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയം ആവട്ടെ. താങ്കൾക്ക് ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഡോക്യുമെന്ററീസ് ആണ് ഇഷ്ടമല്ലേ? അതെ, പക്ഷേ എന്നും പറഞ്ഞ സിനിമ കിട്ടിയാൽ ചെയ്യാതിരിക്കാത്തൊന്നുമില്ല. ഞാൻ ചെയ്യും, ഒബ്വിയസ്ലി ചെയ്യും. കാരണം ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് എടാ ഇങ്ങനെ സിനിമ ചെയ്യണം, ഞാൻ പിന്നെ എന്താ ചെയ്യാമല്ലോ എന്നാലേ പറയത്തുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടണം, നമ്മളെ വിശ്വസിച്ച് ഒരാൾ തരണം. അതെ, ഞാനതാണ് ഈ സിനിമ ഞാൻ ചെയ്തതുകൊണ്ടാണ്. ഇത് കണ്ടിട്ട് എനിക്ക് നാളെ പറയാം ഈ ഫിലിം ഞാനാണ് ചെയ്തത് എന്നുള്ള ഇത് പറയാമല്ലോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു.